വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ജോണി നെല്ലൂർ കൂടി ഇപ്പോൾ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ ജോണി നെല്ലൂർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കണ്ടെത്തൽ തന്നെയാണ് വേണ്ടത് എന്ന് ഒരു ഘട്ടത്തിൽ, ഈ കേസിൻ്റെ തുടർച്ചയുടെ ഒരു ഘട്ടത്തിൽ കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സുകേശനെ തന്നെ ഈ കേസിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് കോടതിയാണ് എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ നീങ്ങിയ ഒരു കേസ്, പല തരത്തിലുള്ള ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായി ഉണ്ടായ ഒരു കേസാണ്. ആ കേസാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ, അതിൻ്റെ അങ്ങനെ ഏറ്റവും ശക്തമായി സംശയിക്കത്തക്ക തരത്തിൽ കോടതിക്ക് പോലും തോന്നി ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക കഴിഞ്ഞ സർക്കാരിന്? അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ അന്വേഷണത്തിന്റെ കോടതിയുടെ ഉത്തരവിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇതാരാണ് കോടതിയിൽ പോയത്? 2 പ്രാവശ്യം കോടതിക്ക് KM മാണിയുടെ പേരിൽ കേസെടുക്കുവാൻ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത സുകേശൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇങ്ങനെ റിപ്പോർട്ടുമായി കോടതിയിൽ ചെല്ലുന്നത്. അദ്ദേഹത്തെ വിശ്വസിക്കാൻ ഈ കേരളീയ സമൂഹത്തിന് ആർക്കെങ്കിലും കഴിയുമോ? ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുവാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ശ്രീ ജോണി നെല്ലൂർ, ഇന്നത്തെ ഉത്തരവ് വന്നിരിക്കുന്നത് പായിച്ചിറ നവാസിന്റെ ഹർജിയിന്മേലാണ്. ആ ഹർജിയിന്മേലാണ് ഈ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് തോന്നിക്കൊണ്ട്, എന്ന് പ്രഥമ ദൃഷ്ടിയാ സംശയിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി ശങ്കർ റെഡ്ഡിക്കും സുകേശനുമെതിരെയുള്ള അന്വേഷണമാണ്. ഇത് രണ്ട് അന്വേഷണമാണ്. രണ്ടും രണ്ടാണ്, സമ്മതിച്ചു. രണ്ടും രണ്ടാണെങ്കിൽ പോലും വിഷയം ഒന്നാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ശങ്കർ റെഡ്ഡിയെ സംബന്ധിച്ച് ശങ്കർ റെഡ്ഡിയുടെ പേരിൽ അന്വേഷിക്കട്ടെ, സുകേഷിന്റെ പേരിൽ അന്വേഷിക്കട്ടെ. അന്വേഷണത്തെ ഞാൻ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം, ഇവിടെ ബഹുമാനായ ഉദയഭാൻ സാറ് അവിടെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് അത്ഭുതമാണ് തോന്നിയത്. എങ്ങനെ സമർപ്പിക്കപ്പെടാത്ത ഒരു കുറ്റപത്രം പബ്ലിക് ഡോക്യുമെന്റ് ആകും? അവർ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? ഒരു CD എങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആകും? കുറ്റപത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, പറഞ്ഞല്ലോ സിഡിയുടെ കാര്യമാണ് പറഞ്ഞത്. കുറ്റപത്രത്തിന്റെ ആ CD ഇപ്പൊ ചോദിച്ചാൽ കിട്ടുമോ? അദ്ദേഹം എന്തിനാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആ CD ഇപ്പോൾ ശ്രീ ജോണി നെല്ലൂർ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. എന്തായാലും ഇപ്പോൾ 2 അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒരന്വേഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുകേശന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച എന്താണ്, നേരിട്ട് ഇത് അട്ടിമറിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിലും അട്ടിമറിച്ചു എന്ന് തന്നെ സംശയിക്കത്തക്ക തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അദ്ദേഹം നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണം, അതിൻ്റെ തുടരന്വേഷണം, ബാർ കോഴക്കേസിൻ്റെ തുടരന്വേഷണം. രണ്ടാമത്തേത് ഇന്നിപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന പുതിയ വിജിലൻസ് അന്വേഷണം. ഈ പുതിയ അന്വേഷണത്തിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ തീയതികളും കണക്കുകളും സംശയങ്ങളും കോടതി നിരീക്ഷിച്ച വിഷയങ്ങളും, ഞാൻ പറയുന്നത് 3 വിഷയങ്ങൾ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ആ 3 വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരട്ടിമറി നടന്നു എന്ന് സംശയിക്കത്തക്ക തരത്തിൽ സുകേശൻ നൽകിയ ഹർജിയെ ശരിവെക്കുന്നതാണ് കാര്യങ്ങൾ, അല്ലേ? ഒരു കാര്യം, ഈ കോടതിയെ ഇന്ന് നിരീക്ഷിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് അന്വേഷണം നടക്കട്ടെ. അപ്പൊ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുമല്ലോ. പക്ഷെ ഒരു കാര്യം നാം ആലോചിക്കുന്നത്, നമ്മളൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം, ഈ കേസിനകത്ത് തുടക്കം മുതലുള്ള കാര്യങ്ങൾ, ഇപ്പോ ആദ്യത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൽസൺ പോളിനെ സംബന്ധിച്ച് അന്നും കോടതിയുടെ പരാമർശം ഉണ്ടായി. ആ കോടതിയുടെ പരാമർശം ഉണ്ടായതും നമ്മൾ കണ്ടു, അന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പൊ ശങ്കർ റെഡ്ഡിയെ കുറിച്ച് പരാമർശം ഉണ്ടായി. നടക്കത്തെ ശങ്കർ റെഡ്ഡിയെ ന്യായീകരിക്കുവാനോ KM മാണിയെ ന്യായീകരിക്കുവാനോ ഒന്നും ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ സുകേശൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തിന്റെ അഭിപ്രായം ഒരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. സുകേശൻ ആദ്യം ഹർജി കൊടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന വാദമായിരുന്നു. പക്ഷെ അതിനുമപ്പുറത്ത്, ആ വാദത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോഴത്തെ സാഹചര്യം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം വളരെ പെട്ടെന്ന്. തീർച്ചയായും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, പെട്ടെന്ന് ഒരു വാക്ക് പറയട്ടെ. ഞാൻ ഇത്ര പറയുന്നുള്ളൂ. ഈ സുകേശൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തന്നെ അദ്ദേഹത്തിന് കോടതിയിൽ പോകാൻ പാടില്ലായിരുന്നു? എന്തെങ്കിലും വിലക്കുണ്ടായിരുന്നു? കോടതിയിൽ പോയി ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ കൊടുത്തതുപോലെ ഹർജി കൊടുക്കുവാൻ ആത്മാഭിമാനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് അദ്ദേഹം ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ ഗവൺമെന്റ് മാറിയപ്പോ ആരാ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത് ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇപ്പൊ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ യാതൊരു സംശയവും വേണ്ട.
പോലീസ് സേനയിൽ ഇരിക്കാൻ പോലും അർഹമല്ല സുകേശനെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഞാൻ തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ആന്റണി രാജു, ഈ പറയുന്ന വാദങ്ങളെ വളരെ പെട്ടെന്ന് അങ്ങനെ തള്ളിക്കളയേണ്ടതില്ല എന്ന് പറയേണ്ട കാരണം ക്രൈംബ്രാഞ്ചിൻ്റെ ഈ വാർത്താ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം, അതിൽ അന്വേഷണം നടന്നതാണ്, ചാർജ് ഷീറ്റ് നൽകിയതാണ്. അത് ചാർജ് ഷീറ്റ് നൽകിയ ഘട്ടമല്ല എന്ന് തോന്നുന്നു. എന്തായാലും അന്വേഷണം നടന്നിട്ടുണ്ട് ആ കാര്യത്തിൽ. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഈ സർക്കാർ വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന് മറ്റ് സാധ്യതകളുണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. ഇനി അദ്ദേഹം ദുർബലനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലധികാരികളും സർക്കാരും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ നിലയ്ക്ക് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കണമായിരുന്നു. ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല എന്നും അദ്ദേഹത്തിന് കൃത്യമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്നും ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം എന്നുമൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിന് പറയാമായിരുന്ന കാര്യമാണ്. ഇത് ഇവിടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം ആ സർക്കാരിൻ്റെ കീഴിൽ വളരെ പുതിയ വിജിലൻസ് ഡയറക്ടർ വന്നതിന് ശേഷം മാത്രം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിക്കാൻ തീർച്ചയായും കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് കഴിയും. അല്ല, തീർച്ചയായിട്ടും കഴിയും. കാരണം അതിനകത്ത് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം സുകേശൻ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ച കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഞാനന്ന് നടത്തിയ അന്വേഷണം സത്യസന്ധമായിരുന്നില്ല, ഇതൊക്കെ ഫാക്സുകൾ ഞാൻ കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൊള്ളരുതാത്ത ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം ഒരു മാപ്പ് സാക്ഷിയായിരിക്കുകയെന്ന് അദ്ദേഹം സ്വയം കുറ്റം ഏറ്റെടുത്തൊരു മാപ്പ് സാക്ഷിയായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അന്വേഷണം വരികയില്ലേ? ശ്രീ ശങ്കർ റെഡ്ഡിയുടെ ഒന്നാം പ്രതിയേക്കാളും രണ്ടാം പ്രതിയായിരിക്കും, ശ്രീ സുകേഷിനായിരിക്കും ഒന്നാം പ്രതി കാര്യത്തിൽ. പക്ഷേ സുകേഷിനറിയാം ഈ കേസ് തുടരന്വേഷണം വന്നാൽ ഈ താൻ അന്വേഷിച്ച കാര്യങ്ങൾ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വെളിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ബുദ്ധിയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് ശ്രീ സുകേശൻ. അങ്ങനെ ഒരു മാപ്പ് സാക്ഷിയായിട്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയാണ് വൈകിയാണെങ്കിലും അദ്ദേഹം ഇങ്ങനെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ സമയപരിധിക്കുള്ളിൽ കൊടുത്ത് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ഗുരുതരമായ കൃത്യവിലോപത്തിന് സുകേഷിൻ്റെ പേരിൽ നടപടി വരുമായിരുന്നു, അന്വേഷണം വരുമായിരുന്നു, കേസ് വരുമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സുകേശൻ വൈകിയാണെങ്കിൽ ഇപ്പോഴെങ്കിലും ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഒരു പരിധിവരെ സുകേഷിന് ആ കേസിൽ പ്രതിയാകാതെ ഒരുപക്ഷെ സാക്ഷിയായി രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. തീർച്ചയായും. അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഈ വിഷയത്തിൽ സുകേശനെതിരെ കൂടിയാണ് അന്വേഷണം. ഇത് അദ്ദേഹം തന്നെയാണ് ഇതിനുള്ള കളമൊരുക്കിയത് എന്ന് പറയാം. കാരണം ആ രണ്ടാമത്തെ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി അദ്ദേഹം നീങ്ങിയതുകൊണ്ട്. പക്ഷേ ആത്യന്തികമായി കഴിഞ്ഞ സർക്കാരിന് ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ആ കേസ് അട്ടിമറിച്ചതും എന്നുമൊക്കെ പറയുമ്പോൾ സുകേശൻ്റെ പുതിയ ഹർജിയും പുതിയ വിജിലൻസ് ഡയറക്ടറുടെ ഇടപെടലും ഇതുമെല്ലാം ഈ കേസിൻ്റെ സുഗമമായ പോക്കിനപ്പുറത്ത് ഈ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിലാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള സാഹചര്യമില്ലേ?